സംസ്ഥാന സർക്കാരിന്റെ മികച്ച നഗരസഭയ്ക്കുള്ള സ്വരാജ് ട്രോഫി തുടർച്ചയായി മൂന്നാം തവണയും നഗരസഭയ്ക്ക് ലഭിച്ചു. പത്രമാധ്യമങ്ങൾ ഗംഭീരമായി വാർത്ത നൽകി ജനങ്ങളെ മുഴുവൻ അറിയിച്ചു. സന്തോഷം നിറഞ്ഞ കാര്യം തന്നെ. ആദ്യമായാണ് ഒരു നഗരസഭയ്ക്ക് തുടർച്ചയായി മൂന്നാം തവണ സ്വരാജ് ട്രോഫി ലഭിക്കുന്നത്. 50 ലക്ഷം രൂപയും ബഹുമതി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. കഴിഞ്ഞ കൗൺസിൽ കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണ് ഈ അവാർഡ്. എന്നാൽ മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ മികവ് പുലർത്തി എന്ന് പറയുന്നുണ്ട്. അതിൽ പൂർണ്ണമായും നഗരസഭയ്ക്ക് മികവ് പുലർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. കാരണം മേൽപ്പാലത്തിനടിയിലെ നാടോടി സംഘത്തിന്റെ മാലിന്യ സംസ്കരണത്തിൽ നഗരസഭ പിറകോട്ടു പോയി എന്ന് പറയാതെ വയ്യ. മാത്രമല്ല, ഗുരുവായൂർ പടിഞ്ഞാറെ നടയിലെ ദേവസ്വം വക പറമ്പ് മാലിന്യ കൂമ്പാരമായി കിടക്കുകയാണ്. ഇവിടെ മാലിന്യം തള്ളാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. പല പരാതികളും നൽകിയെങ്കിലും ഒരു പരിഹാരവും ഇതുവരെ ആയിട്ടില്ല. അത് ഈ അവാർഡ് തിളക്കത്തിന് മങ്ങലേൽപ്പിക്കുന്നില്ലേ എന്നാണ് ചോദ്യം. ഇതും കൂടാതെ KSRTC സ്റ്റാൻഡിൽ നിന്ന് ഒഴുകി വരുന്ന ഈ മാലിന്യം കാനയിലേക്കാണോ തുറന്നു വെച്ചിട്ടുള്ളത്? ഇതിനെല്ലാം പുറമെ ഗുരുവായൂരിലെ വലിയ തോട് മാലിന്യം നിറഞ്ഞ് ഒഴുകുകയാണ്. ഇതൊക്കെ മാലിന്യമുക്ത നഗരമായി മാറ്റി എന്ന് പറഞ്ഞ് അത് വിലയിരുത്താൻ വരുന്ന ഉദ്യോഗസ്ഥർ കാണുന്നില്ലേ? അതോ ഉദ്യോഗസ്ഥരെ അവ കാണിക്കാതെ ഇരിക്കുകയാണോ? സ്വരാജ് ട്രോഫി 3 തവണ നേടുമ്പോഴും ഈ ചോദ്യങ്ങൾ നാട്ടുകാർ പരസ്പരം ചോദിക്കുകയാണ്. എന്തു മറുപടിയാണ് ഇക്കാര്യത്തിൽ അധികാരികൾക്ക് പറയാനുള്ളത്? അതുകൊണ്ട് ഇനി അടുത്ത ട്രോഫി ലഭിക്കുന്നതിന് മുൻപ് ഇത്തരം മാലിന്യ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണേ എന്നാണ് നഗരസഭ അധികൃതരോട് നാട്ടുകാർക്ക് പറയാനുള്ളത്. പത്രമാധ്യമങ്ങൾ മുഴുവൻ ഗംഭീരമായി ഗുരുവായൂരിന്റെ ഹാട്രിക് തിളക്കം ഉത്സവമായി ആഘോഷിച്ചു. നല്ലത്. പക്ഷേ നഗരസഭയ്ക്ക് പറ്റിയ വീഴ്ചകൾ പറഞ്ഞു തരാൻ ഒരു പത്രമാധ്യമങ്ങളും ശ്രമിക്കുന്നില്ല. 3ാം തവണയും സ്വരാജ് ട്രോഫി ലഭിച്ചതിൽ അഭിമാനമുണ്ട്. അത് 100% ഉൾക്കൊള്ളുന്നു. എന്നാൽ ചെറിയ ചെറിയ ഇത്തരം വീഴ്ചകൾ കൂടി നഗരസഭ മാറ്റിയെടുക്കേണ്ടതുണ്ട്. പടിഞ്ഞാറെ നടയിലെ ഈ മാലിന്യ കൂമ്പാരവും KSRTC മാലിന്യങ്ങൾക്കും വലിയ തോട് മാലിന്യത്തിനും പരിഹാരമായാൽ അത് നഗരസഭയ്ക്ക് മറ്റൊരു തിലകക്കുറിയാകുമെന്നതിൽ തർക്കമില്ല.